ഇങ്ങനെ മക്കളുണ്ടാവാൻ ഒരു ഭാഗ്യം ചെയ്യണട്ടോ നമ്മൾ, വേറെ കാര്യം. വെള്ളം കുപ്പി മര്യാദയ്ക്ക് പിടിച്ചു, അല്ലെങ്കിൽ കുരങ്ങ വലിച്ചുകൊണ്ടു. ഇതെന്തത് കുളിക്കടവാ? നട്ടുച്ചയ്ക്ക് അതിരിപ്പുള്ളി വരാൻ പാടില്ല, ഇങ്ങനെ വെയിലെടുത്ത് പൊട്ടാൻ്റെ പോലെ നിൽക്കേണ്ടി വരും. സന്തോഷം, അടിപൊളിയായിരുന്നു. അതെ, കാരണം കണ്ണീര് തുടച്ചിട്ട് പറ അടിപൊളിയായിരുന്നു. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിരപ്പള്ളി പോവാം. ഇപ്പോൾ ഇതുവരെ അതിരപ്പള്ളി കണ്ടിട്ടാണ്. അപ്പോൾ അതിരപ്പള്ളി കാണാനൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ചെക്കനെ കൊണ്ടുപോയിട്ട് അതിരപ്പള്ളി കാണിച്ചു കൊടുക്കാൻ വെച്ചു. അവൻ്റെ നാട് മലപ്പുറമാണ് വരുന്നത്. മലപ്പുറത്ത് എന്നെ കൊണ്ടുപോയിപ്പോൾ ഒരു കടലൊക്കെ കാണിച്ചെന്ന് പറ്റിച്ചാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിരപ്പള്ളി കൊണ്ട് കാണിച്ചെടുത്ത് പറ്റിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവൻ്റെ ആളാന്ന് പറയാം. നീ എന്നാന്ന് ഒരു കടലല്ലേ കാണിച്ച് പറ്റിച്ചേ? അന്നാണ് നമ്മൾ കടൽ കാണാൻ, അല്ലല്ല അതിനേക്കാളും മുന്നേ പോയേ കടൽ കാണാൻ. ഇപ്പം വെറുതെ ഉടായിപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അതിരപ്പള്ളി കാണിച്ചു കൊടുത്തേക്കാൻ പറ്റിക്കാം. അതിരപ്പള്ളി കണ്ടിട്ടില്ല എന്ന് വല്ലാത്തൊരു ആഗ്രഹം. ഞാൻ ഇതൊരു അതിരപ്പള്ളി കണ്ടിട്ടില്ലാന്ന്. അപ്പോൾ അതിരപ്പള്ളി പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹുബലി പിന്നെ വിജയുടെ കുറച്ച് സിനിമകൾ അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ് അതിരപ്പള്ളി. എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞധികം വെറുപ്പിക്കുന്നില്ല, ഓൾറെഡി മഴക്കാറുണ്ട്. നേരെ നമുക്ക് അതിരപ്പള്ളിക്ക് വിടാം, വാ. ഞങ്ങൾ അവസാനമായിട്ട് ട്രിപ്പ് പോയത് മൂന്നാർ കാണാനല്ല. അന്ന് ഞങ്ങൾ അവസാനമായിട്ട് ഞാൻ അബ്രോഡ് പോണേക്കാളും മുന്നേ ഞങ്ങളെല്ലാവരും കൂടി ഹോസ്റ്റൽ ടീം മൊത്തത്തിലൊരു ട്രിപ്പ് പോയി. അതൊരു വൻ സാധനമായിരുന്നു അല്ലേ, വൈബ് സാധനം. മൂന്നാർ ട്രിപ്പ് പോയത് വൻ വൈബ് പരിപാടിയായിരുന്നു. ഇവന് പിന്നെ ഇവന് ഫോൺ എന്താ ക്യാമറ നോക്കി സംസാരിക്കത്തിന് മടിയാണ്, ഷൈയാണ്. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കണേട്ടാ, വേറെ ഒന്നല്ല. നമുക്ക് പിന്നെ ഇത് ശീലമായി. നമ്മൾ ചെറിയൊരു ആഗ്രഹത്തിന് പുറത്ത് തുടങ്ങി നമുക്കിതിപ്പോൾ പരിപാടി ശീലമായി. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ രഥം എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് ഇവൻ്റെ വണ്ടി. 5 വർഷമായിട്ടുള്ള വണ്ടിയാണ്. കാരണം കണ്ടാൽ വിശ്വസിക്കുമോ ചെക്കൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആട്ടോ. അങ്ങനെ ഇവിടെയുള്ള എൻ്റെ തള്ളി മറക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇവൻ്റെ കൂടെ പോയി നമുക്ക് അതിരപ്പള്ളിയിൽ തള്ളി മറിക്കാം, ബാ. അങ്ങനെ ഗൈസ് നമ്മൾ അതിരപ്പള്ളിക്കുള്ള കവാടത്തിൻ്റെ അടുത്തിട്ടാണ്. മലക്കപ്പാറയുണ്ട്, അതിരപ്പള്ളി മലക്കപ്പാറ. പിന്നെ ഇവിടെയാണ് സിൽവർ സ്റ്റോം ഉള്ളത്. കേരളത്തിലെ പണ്ടത്തെ ഒരു വാട്ടർ പാർക്കായിരുന്നു. ഇപ്പോൾ വാട്ടർ ഉണ്ടോ പാർക്കുണ്ടോ ദൈവത്തിനറിയാം, ഞാൻ കണ്ടിട്ടില്ല. സ്നോ സ്റ്റോം ഉണ്ട്, എന്തൊക്കെയുണ്ട് എനിക്കറിയാം എന്തൊക്കെയുണ്ടെന്ന്. പക്ഷെ ഇവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ആകെ പോയിട്ടുള്ളത് അതിരപ്പള്ളിക്കാണ്. അത് അതിരപ്പള്ളിക്ക് പോയത് കുറച്ച് കാലം മുന്നേ. എന്തായാലും നമുക്ക് അതിരപ്പള്ളിക്ക് പോവാം, ബാ. പോവാ വണ്ടി പോവാ. ഞാൻ പണ്ട് അതിരപ്പള്ളി വന്നപ്പോഴും ഇത് കണ്ടപ്പോൾ എന്താ സംശയം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ സംഭവം അറിയൂ, പനകളാണ്. ഇത് എന്ത് ടൈപ്പ് പനകളാണ് നിങ്ങളൊന്ന് പറയണ്ട, എനിക്ക് അറിയില്ല പരിപാടി എന്നിട്ടാണ്. എണ്ണപ്പന എന്ന് കേൾക്കുന്നത് ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള കോർപ്പറേഷൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് കയറാൻ പറ്റില്ല. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വണ്ടിയുടെ പെട്രോൾ നൈസായിട്ടൊന്ന് കഴിയാറായി. ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പമ്പ് ഉണ്ടാവുന്നൊരു ചേട്ടൻ വിട്ടതാ. 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എത്ര കിലോമീറ്റർ ഇടാ? 2 കുറേ നേരമായിട്ട് ഞങ്ങൾ ഓടിച്ചിട്ട് പമ്പ് കാണല്ലേ. ചേട്ടാ ജസ്റ്റ് 3 കിലോമീറ്ററിൽ പോയ പമ്പ് ഉണ്ടെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് പനകളാണ് കേട്ടോ, കംപ്ലീറ്റ് പനകളാണ്. സൈൻ ഉണ്ട്, പമ്പിൻ്റെ സൈൻ ഉണ്ടാ. ഓ, പമ്പ് കിട്ടി. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഷോ കാണിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് സെറ്റാക്കിയിട്ടാണ് പോവാ. ഞാൻ വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കില്ലാന്ന്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങിയതാ, വണ്ടി പോയിന്ന് വെച്ച് ഞാൻ. പോവാ. ഇനി നമ്മൾ നേരെ അതിരപ്പള്ളി. അങ്ങനെ നമ്മൾ വളരെ സേഫായിട്ട് അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ. ടിക്കറ്റ് എടുക്കണം. വണ്ടി വെക്കാൻ വേണ്ടി അവന് വിട്ടതാ, അവനെ കാണാനില്ല. അതവിടെ ചേടാ, അവ എവിടെ പോയി? വണ്ടി വയ്ക്കാൻ വിട്ടതാ, അവനെ കാണാനില്ല. അവ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വണ്ടി വെച്ചിരിക്കുക. ഇത് നിൽക്കണോ അവൻ ഒരു മൂലയ്ക്ക് കൊണ്ടാണ് വണ്ടി വെച്ചിരിക്കുന്നത്. നീ എങ്ങനെയാണ് ഇവിടെ വരെ ഓടിച്ചെത്തിച്ചാ? എൻ്റെ മോനെ 9 RX വിളിച്ചിട്ടുണ്ട് അല്ലേ? കിടില വണ്ടി. കുറച്ച് വിൻറ്റേജ് എടുക്കുകയാണെങ്കിലും നൈസാക്കിനെ വിടാം. അയ്യോ, ടയറൊക്കെ പോയി എടുക്കാമല്ലോ, വണ്ടി നൈസുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നതാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവനെ വിട്ടിട്ടുണ്ട്. അവനവിടെ കാര്യമായിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അവിടെ തോട്ടെ. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റിന് വരുന്നത് ഇവിടെ ഇപ്പോഴത്തെ റേറ്റ്. ഞാൻ പണ്ട് വന്നപ്പോൾ എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിരപ്പള്ളി കണ്ടിട്ടില്ല എന്നുള്ള അവൻ്റെ വിഷമം ഇന്നത്തോടുകൂടി തീർത്തു കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തി നമ്മുടെ ട്രക്കിങ് തുടങ്ങിയിട്ടാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാണ്ട്. അവൻ ചോദിക്കുന്നത്, അവൻ പറയണത് അവിടെ നിന്ന് വരുന്നവരൊക്കെ കണക്കണമെന്നാണ്. ഞാൻ 100 വട്ടം പറഞ്ഞതിനടുത്ത് അങ്ങനെ നടക്കാണ്ട് ഇങ്ങനെ നടക്കാണ്ട് വരുന്ന വഴിക്ക് ആകെ അങ്ങോട്ട് പോയിട്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇതാരത് സീനാട്ടാ. ഇങ്ങനെ മക്കളുണ്ടാവാൻ ഒരു ഭാഗ്യം ചെയ്യണട്ടോ നമ്മൾ, വേറെ കാര്യം. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ മലയാളികളല്ല, പുറം നാട്ടുകാരാണ്. അല്ലടാ, നീ ആദ്യമായിട്ടാണല്ലോ, നിനക്കെന്താ തോന്നിയാ? നീ ആദ്യമായിട്ടല്ലേ അതിരപ്പള്ളി തന്നെ? തമിഴ്നാട്ടിലത്തെ ഫീലാണ് അവന്. കാരണം കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് ആളുകളുണ്ട് ഇവിടെ.
തമിഴ്നാട് മാത്രമൊന്നുമല്ല, തെലുങ്ക് അവിടെ നിന്നും കർണാടകയിൽ നിന്നും ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ സംഭവം ഉണ്ട് കേട്ടോ, വെള്ളം കുപ്പി മര്യാദയ്ക്ക് പിടിച്ചു അല്ലെങ്കിൽ കുരങ്ങൻ വലിച്ചുകൊണ്ടു. ശരിക്കുള്ള എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് കുരങ്ങനെ കുടിക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വെള്ളം കുപ്പി വലിച്ചുണ്ടു. ശരിക്കുള്ള സംഭവം ഇവിടുത്തെ എവിടെയാണ് നമ്മുടെ പ്രശസ്തമാണ്. നീ പറഞ്ഞോ അതിരപ്പള്ളി ഇങ്ങനെയുണ്ട്. കുറെ ആൾക്കാർ മാത്രം കാണണ്ടില്ല പറഞ്ഞവര്. എന്തേ മോനെ വെള്ളം അവിടെ, വെള്ളം അവിടെയല്ലേ അതിരപ്പള്ളി. അപ്പം നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു നിനക്ക്? അതിര് കണ്ടല്ലേ, എന്ത് തോന്നുന്നു? അങ്ങോട്ട് നോക്കൂ, ഇതാ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അപ്പുറത്തുണ്ട്, വെള്ളച്ചാട്ടം അവിടെയാണ്. വെള്ളച്ചാട്ടം അവിടെ അവിടെയാണ്. ഇത് കണ്ടോ, ഒരു കുടിലുണ്ടോ. ഇത്ര കാലം വെള്ളച്ചാട്ടം വന്നിട്ട് ആ കുടിൽ പോയിട്ടില്ല എന്നാണ് അവർക്കൊരു തത്വം എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു വരുത്തുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. ബാഹുബലി ഇതെന്തത് കുളിക്കടവാ, ആൾക്കാർ കുളിക്കാണ്. അത് പക്ഷെ അടിപൊളി കേട്ടാ. പക്ഷെ വെള്ളച്ചാട്ടത്തിന് പവർ പോരടാ. ഇങ്ങനെയല്ല ശരിക്കും വെള്ളച്ചാട്ടം ഭയങ്കര പവർഫുൾ വെള്ളച്ചാട്ടം വരിക. ഇവിടെ നിന്നാണ് പ്രഭാസ് ചാടുന്നത്. തമന്ന ആരും വിസിലടിക്കണ്ടല്ലോ. നിനക്ക് അതിരപ്പള്ളിനെ കുറിച്ച് അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. മുടി ലുക്ക് ശരിയല്ലേ? മുടി വെക്കല്ലേ? ഇവിടെ കുറേ ആൾക്കാരുണ്ട് നോക്കിയേ. അവിടെ ആൾക്കാരുണ്ട്, ഇവിടെ ആൾക്കാരുണ്ട്. എന്തിനാ വന്നിട്ടുള്ളതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇവിടെ കുഴിയിൽ വെള്ളത്തിൽ വന്നിട്ട് കുറേ വെള്ളമുണ്ട്, അതിൻ്റെ ഉള്ളിൽ തുള്ളികളല്ല. ഞങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്തു പോയി. നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ കുളിസയും പിടിച്ചതുകൊണ്ട് പ്രശ്നം വരും, നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഒരു പ്രശ്നമാണ്. നട്ടുച്ചയ്ക്ക് അതിരപ്പള്ളി വരാൻ പാടില്ല. ഇങ്ങനെ വെയിലെടുത്ത് പൊട്ടൻ്റെ പോലെ നിൽക്കേണ്ടി വരും. ഇനി അതിരപ്പള്ളി വരികയാണെങ്കിൽ ഒരു തോർത്തെങ്കിലും കൊണ്ട് വരിക, അപ്പോൾ വെള്ളത്തിലിങ്ങനെ ഇറങ്ങാം. സന്തോഷമായില്ലടാ? തൃപ്തിയായില്ലേ? ഇതിനേക്കാളും വേറെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തോളാ. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് വെയിലത്ത് നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ വ്യൂ ഇതാണ്. എൻ്റെ പൊന്നോ, ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ നിന്ന് ഇവിടെ അവർ വന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇത് സത്യം വേണ്ടേ, അതിരപ്പള്ളി കുളിക്കടവാണിത്, അതിരപ്പള്ളി വെള്ളച്ചാട്ടമല്ലത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾക്ക് മടുത്തു. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ കുറച്ച് തണവെങ്കിലും കിട്ടും. ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. നമുക്കിനി താഴത്തേക്ക് പോകാം. ഇതിറങ്ങണോടുകൂടി മൊത്തം കാര്യത്തിലൊരു തീരുമാനവും. കാരണം ഈ പണ്ടാറ് അവിടെ വരെ ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് കയറണം. ഇറങ്ങുന്നത് പിന്നെയും നയിക്കാം, ഇതൊക്കെ തിരിച്ച് കയറണം. തേങ്ങ മോനെ ചെല്ലടാ, കെട്ടി കൊടുക്കണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കണം അറിയോ, ആ കുത്തൊഴുക്കില്ലേ, നമ്മൾ അതിരപ്പള്ളിയുടെ മേളിയും താഴ്ത്തേക്ക് വേണം ആ കുത്തൊഴുക്കില്ലേ, അതിൻ്റെ അടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും താഴ്ത്താണ് ഈ കുത്തൊഴുക്ക്. അങ്ങനെ അവസാനം നടന്ന് നമ്മൾ അടിയിലെത്തി. ശബ്ദം കേൾക്കേണ്ടത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്ന് നൈസായില്ലടാ, ഇവിടെ നിന്ന് നൈസായി എനിക്കറിയാം. ആഹാ, ബംഗാളികൾ അവർ പോകുമ്പോൾ ഒരു പാനിൻ്റെ മസാല ആ മണം കിട്ടും. വൈബാണ്, അത് കിട്ടിയാലും മൂടാ. ഇതാ കാണൂ. ഇങ്ങനെ നമ്മൾ അതിരപ്പള്ളിയുടെ അടിയിലെത്തി. ഈ സാധനം ഉണ്ടല്ലോ, മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയയിൽ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. അത് രസമാണ്. ഇപ്പോൾ അവിടെ പോയാലും നല്ല രസമാട്ടോ. ഭയം അവനെന്തേ ഫോട്ടോ എടുക്കാണ്ട്, ചെക്കൻ കാര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നൈസാണ് കേട്ടോ. അതിൽ അടിയിൽ വന്നപ്പോൾ വൻ വൈബുണ്ട്, മേളിൽ വലിയ വൈബ് ഒന്നും. മേളിൽ ആ പാറയുടെ മേളിൽ വെയിലും കൊണ്ട് നിൽക്കലാണ് പണി. ഇവിടെ വന്നപ്പോൾ ഓക്കെ. അങ്ങനെ അതേ ഇത്രയുള്ളത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കണ്ടോ, അവിടെ നിറച്ച ആൾക്കാർ കണ്ടോ. കാരണം അവിടെ പോയിരിക്കാൻ നല്ല രസമായിരിക്കും. മുഖത്തേക്ക് അങ്ങോട്ട് ശീതളൊക്കെ അടിച്ചിട്ട് അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമായിരിക്കും. നമുക്ക് അവിടെ പോയിരിക്കാം. പക്ഷെ അവിടെ ആൾക്കാരുണ്ട്. ഇതാണ് ഒരു നല്ല സ്ഥലം കിട്ടി, അവിടെ മൊത്തം ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളെങ്ങനെ പോകും? ദൈവം, ഇതെന്താണ് അത്? ഇതിൻ്റെ ഉള്ളിലേക്ക് വല്ല കാലത്തെ വൈകുന്നേരം വരണം. ഇവിടെ വന്ന് ഒന്ന് മര്യാദയ്ക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇനി നമുക്ക് അവിടം വരെ പോകണം. അതും അവിടം വരെ ഭയം ചാടി പോവാം. അവനെവിടെയാണ്? അങ്ങോട്ട് പോകണ്ടോ? അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? അവിടേക്കല്ല നല്ലത്, ഇങ്ങോട്ട് പോകാം. അവിടെയാണ് കുറച്ചുകൂടി ഉള്ളത്. ഇപ്പം അങ്ങനെ എത്തി മക്കളെ, കഷ്ടപ്പെട്ട് എത്തി നമ്മൾ ഇവിടെ. ഇത് കാണാനാണ് നമ്മളെ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ടുവന്ന് വന്നത്. ഇത് കാണാനാണ്. കുഴപ്പമില്ല, രസമുണ്ടല്ലേ? അങ്ങനെ പറയാം. അല്ലാണ്ട് ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. വേറെ വഴിയൊന്നുമില്ല പ്രത്യേകിച്ച്. സൂപ്പറുണ്ടോ? എല്ലാവരും വരണം, എല്ലാവരും ഇങ്ങനെ വെയിലത്ത് വന്നത് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഇത് മൊത്തം കയറി വന്നിട്ടേ അവനെ കാണാനില്ല. ഞാൻ നോക്കണം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. ഇറങ്ങാൻ ഭയങ്കര രസമാണ്, പക്ഷെ കയറാൻ അങ്ങനെയല്ല. അയ്യോ ശരിക്കും വയ്യണ്ടായി. വേർത്ത് നോക്കിയേ, വേർത്ത് കുളിച്ച്. ഇവന്മാർക്കൊക്കെ പ്രാന്തെടുത്തത്. ഇനിയൊരു കൂട്ടം ആൾക്കാർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ തിരിച്ചറിഞ്ഞ പാവങ്ങൾ, ആരെങ്കിലും ഇറങ്ങിയിട്ട് കഷ്ടപ്പാട്. അങ്ങനെ അതിരപ്പള്ളി കാണണം എന്നുള്ള അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. സമാധാനമല്ലേ നിനക്ക്? ചത്തു നടന്ന് ചത്തു. അവിടെ ഇവിടെ അങ്ങോട്ട് നടന്ന് അവിടെ ഇങ്ങോട്ട് കയറി. വയ്യാണ്ടേ. അതിരപ്പള്ളി കാണണം എന്ന് പറഞ്ഞ് വന്ന് ഓട്ടാണ് മടുത്തിട്ട്.
വേഗം ഭക്ഷണം കഴിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് അവൻ്റെ വിചാരം. ഇപ്പോൾ ഇത് പിടിച്ചോ. വയ്യവന് സത്യം തന്നെ വയ്യാണ്ടായി. ഞങ്ങൾ വലിയ പ്രതീക്ഷകളായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തോ വലിയ വെള്ളച്ചാട്ടം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. സമാധാനമായി. ഇനിയിപ്പോൾ വണ്ടി കയറി വീട്ടിലെത്തിയാൽ മതി. പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് അടിക്കും. പക്ഷെ അതൊന്നും കാണിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല. വയ്യാണ്ടായി. കാണുമ്പോൾ ഇതുള്ളൂ. ചത്തട്ടിരിക്കും. സത്യം പറഞ്ഞാൽ ചത്തട്ടിരിക്കും. ഞങ്ങളിത് മാങ്ങയൊക്കെ വാങ്ങി തിന്നുകൊണ്ടിരിക്കുക. പക്ഷേ ലൈഫിൽ ഒരു വട്ടെങ്കിലും കയറണം കേട്ടോ. അതിരപ്പള്ളി ഒന്ന് കാണാനുണ്ട്. എന്തായാലും ശരിക്കും പറഞ്ഞിട്ട് നല്ല മഴക്കാലത്ത് നിങ്ങൾ തൃശ്ശൂരുള്ളവർ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. കാണാത്തവർ ഇപ്പോഴും ഉണ്ടാവും ഉറപ്പാണ്. എന്നാലും നല്ല മഴക്കാലത്ത് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസാണ് അതിരപ്പള്ളി. ശരിക്കും ബാഹുബലി സിനിമയിൽ അത് സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഓഗസ്റ്റിൽ ഒരു ദിവസം കൂടെ വരാം. ഓഗസ്റ്റ് വരാം. നല്ലത്. നടക്കുള്ളൂ. എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട്. പക്ഷേ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. എന്തായാലും ഇവനിന്ന് കാണിക്കാൻ പറ്റി. ഒരു മലപ്പുറംകാരനെ തൃശ്ശൂരുള്ള അതിരപ്പള്ളി കാണിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇവ ഇവിടെ വന്നിട്ടേ ഞാൻ അവനെ പുറത്ത് കൊണ്ടുപോയില്ല, കാണിച്ചില്ല എന്നുള്ള വിഷമമായിരുന്നു. ആ വിഷമം തീർന്നിട്ടില്ലേ? സന്തോഷമായി അവന്. സന്തോഷം. അടിപൊളിയായിരുന്നു. അതെ, കാരണം കണ്ണീര് തുടച്ചിട്ട് പറ അടിപൊളിയായിരുന്നു. അപ്പോൾ ശരി, അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പം ശരി കേട്ടോ.